വനവാസകാലത്ത് സീതാദേവിക്ക് അതിയായ ദാഹം അനുഭവപ്പെട്ടു. ചുറ്റും വെള്ളത്തിനായി നോക്കിയെങ്കിലും പ്രഭു ശ്രീരാമന് ഒരു ജലസ്രോതസ്സും കണ്ടെത്താനായില്ല. തുടർന്ന് അദ്ദേഹം അടുത്തൊരു ജലസ്ഥാനം കണ്ടെത്താനായി പ്രകൃതിയോട് പ്രാർത്ഥിച്ചു. ആ ദിവ്യമായ പ്രാർത്ഥന കേട്ട് അവിടുത്തെ വനത്തിന്റെ ഭംഗിയിൽ ഒരു മയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മയിലിന്റെ കണ്ണുകളിൽ പ്രഭു ശ്രീരാമനോടുള്ള നിർമ്മലമായ ഭക്തിയുടെ തിളക്കമുണ്ടായിരുന്നു. ആ മയിൽ വിനയത്തോടെ എന്നാൽ ദൃഢമായ സ്വരത്തിൽ പ്രഭു ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു: പ്രഭു, അങ്ങ് സർവേശ്വരനാണെന്ന് എനിക്കറിയാം. ഇവിടെ അടുത്ത് ഒരു പവിത്രമായ ജലസംഭരണിയുണ്ട്. എന്നാൽ വനത്തിന്റെ ദുർഘടമായ പാതയിൽ അങ്ങേക്ക് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ധർമ്മപത്നിയുടെ ദാഹം മാറ്റാനായി ഞാൻ അങ്ങയെ അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നാൽ നാം പറന്നു പോകുമ്പോൾ അങ്ങ് എന്റെ മയിൽപീലി നിലത്ത് കിടക്കുന്നത് കണ്ടു വേണം എന്നെ പിന്തുടർന്നു വരാൻ. സന്തോഷഭരിതനായ പ്രഭു ശ്രീരാമൻ അതിന് സമ്മതിച്ചു. അപ്പോൾ ആ മയിൽ ചെയ്ത ത്യാഗം കണ്ടു നിൽക്കുന്ന ആരുടെയും കണ്ണ് നനയും. മയിലുകൾ തൂവൽ കൊഴിക്കുന്നത് ഒരു പ്രത്യേക ഋതുവിൽ മാത്രമാണ്. അല്ലാത്ത സമയത്ത് മയിലുകളുടെ തൂവലുകൾ കൊഴിച്ചാൽ അത് അതിന്റെ പ്രാണൻ എടുക്കുന്നതിന് തുല്യമാണ്. എന്നിട്ടും പ്രഭു ശ്രീരാമനെ സഹായിക്കുന്നതിനായി ആ മയിൽ സ്വന്തം തൂവലുകൾ കൊത്തി നിലത്തിട്ടുകൊണ്ട് ജലസംഭരണിയുടെ അടുത്തേക്ക് പറന്നകന്നു. പ്രഭു ശ്രീരാമൻ ജലസംഭരണിക്കരികിൽ എത്തിയപ്പോഴേക്കും ആ മയിൽ തളർന്നു വീണു മരിച്ചു കഴിഞ്ഞു. ആ കാഴ്ച കണ്ട പ്രഭു ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവൾക്കായി സ്വന്തം ജീവൻ നൽകിയ ആ മയിലിന്റെ ശിരസിൽ അദ്ദേഹം വാത്സല്യത്തോടെ തലോടി. എന്നിട്ട് ലോകം കേൾക്കെ അദ്ദേഹം ഒരു ദിവ്യ വാഗ്ദാനം നൽകി: എന്റെ പ്രിയ ഭക്ത, നിന്റെ സ്നേഹവും ത്യാഗവും അളവില്ലാത്തതാണ്. ഈ ത്യാഗം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അടുത്ത അവതാരമായ ദ്വാപര യുഗത്തിലെ ശ്രീകൃഷ്ണനായി ഞാൻ വരുമ്പോൾ നിന്റെ ഈ ത്യാഗത്തിന്റെയും നിഷ്കളങ്കമായ ഭക്തിയുടെയും ഓർമ്മയ്ക്കായി ഞാൻ നിന്റെ കൊഴിഞ്ഞ പീലികൾ എന്റെ കിരീടത്തിൽ അണിയും. ലോകം മുഴുവൻ എന്റെ കിരീടത്തിലെ മയിൽപീലിയിൽ നിന്റെ ത്യാഗം കാണും. അതാണ് നിനക്കുള്ള എന്റെ വാഗ്ദാനം. അങ്ങനെ ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകുടത്തിൽ മനോഹരമായ മയിൽപീലി അണിഞ്ഞു. അത് വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് ദിവ്യമായ സ്നേഹം, സമ്പൂർണമായ ത്യാഗം, ഭക്തനും ഭഗവാനും തമ്മിലുള്ള അനശ്വരമായ ബന്ധം എന്നിവയുടെ പരം പവിത്രമായ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കിരീടത്തിലെ മയിൽപീലിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.